ഇന്ന് വായനാ ദിനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗ്രന്ഥശാലകളും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികളോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ നടന്ന വായനാ ദിനാഘോഷത്തിൽ PB ദേവിക വായനാ ദിന സന്ദേശം നൽകി. R അനാമിക വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മലയാളം ഇംഗ്ലീഷ് കവയിത്രി ഇമാനുവൽ മെറ്റൽസ് മുഖ്യാതിഥിയായി. പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് പലതരത്തിലുള്ള നമ്മുടെ പഠനത്തെ മാത്രമല്ല, പലതരത്തിലുള്ള നമ്മുടെ സാമൂഹിക ദൈനംദിന വ്യക്തിഗത ജീവിതത്തെ സ്വാധീനിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെയ്യാൻ കെൽപ്പുള്ള ഒരു ശീലം തന്നെയാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, അതായത് നിങ്ങളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു കണക്കിൽ കൊണ്ടുവന്ന് നിങ്ങളെ മെഷർ അല്ലെങ്കിൽ അളവെടുക്കാൻ വേണ്ടിയിട്ടല്ല, വ്യക്തിത്വത്തെ അളക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാലും എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, എത്ര പേര് വായിക്കുന്ന കുട്ടികളുണ്ട്? കടപുസ്തകങ്ങൾ വായിക്കാത്ത മക്കൾ ആരും ഇല്ലെന്ന് എനിക്കറിയാം. എത്ര പേരുണ്ട്? നികിത K. വിനോദ് കുമാർ പുസ്തകാസ്വാദനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക US ജയലക്ഷ്മി, അധ്യാപകരായ R. ശ്രീകൃഷ്ണരാജ്, AC ഷീജ, AM കാർത്തിക എന്നിവർ സംസാരിച്ചു. മാള ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലും വിപുലമായ പരിപാടികളോടെയാണ് വായനാ ദിനം ആചരിച്ചത്. വാർഡ് മെമ്പർ MS അശ്വതി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും വായനാ ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ വായന എന്ന് പറയുന്നത് ഇന്ന് മാത്രം ഒതുങ്ങിക്കൂടാതെ നമുക്ക് വായനയിലൂടെ കൂടുതൽ അറിവുകളും അതുപോലെ കൂടുതൽ മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതിനൊക്കെയാണ് തിരക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ കാണണ്ട എന്ന് പറയുന്നില്ല, മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ച് നമ്മുടെ പുസ്തകങ്ങളെ ഒരു സുഹൃത്തുക്കളായ രീതിയിൽ കണക്കാക്കി കൂടുതൽ വായിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതിന് നിങ്ങളെല്ലാവരും ഒരു ദിവസത്തിൽ. എഴുത്തുകാരി അനിത ജയരാജ് കുട്ടികളുമായി സംവദിച്ചു. അക്ഷരക്കൂട്ട് എന്ന കുട്ടികളുടെ വായനാ പതിപ്പിന്റെ പ്രകാശനം, മികച്ച വായനയ്ക്കുള്ള സമ്മാന വിതരണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. പ്രധാനാധ്യാപിക വിൻസി, അധ്യാപിക ഷെഹർബാൻ എന്നിവർ സംസാരിച്ചു.